നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ആദ്യത്തെ ട്രേഡ് യൂണിയനായ തിരുവിതാംകൂർ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയന്റെ 45ാമത് വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ബിസിനസ് സമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. അർബുദ ചികിത്സാ രംഗത്ത് വില കൂടിയ മരുന്നുകൾ ഇടനിലക്കാരില്ലാതെ കമ്പനി വിലക്ക് രോഗികൾക്ക് ലഭ്യമാകുന്ന ജില്ലയിലെ ഏക കൗണ്ടറിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായിട്ടാണ് സംസ്ഥാനതല ഉദ്ഘാടനം നടത്തിയത്. വണ്ടാനം ആശുപത്രിയിൽ നടന്ന ചടങ്ങ് എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. ദുരന്തഭൂമിയായി മാറിയ വയനാടിന് കൈത്താങ്ങുമായി കാരുണ്യ സർവീസ് നടത്തി സ്വകാര്യ ട്രാൻസ്പോർട്ട് ഗ്രൂപ്പായ അനിരം ഹോളിഡേഴ്സ് രംഗത്ത്. കാരുണ്യ യാത്രയിലൂടെ സമാഹരിച്ച 1,500,000 രൂപയുടെ DD ആണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അനിരം ഗ്രൂപ്പ് കൈമാറിയത്. ദേശീയ നേത്രദാന പക്ഷാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടിയും നേത്രദാന ക്യാമ്പും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇരകൾക്കൊപ്പം നിൽക്കേണ്ട സർക്കാർ വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന നടപടിയിൽ പ്രതിഷേധിച്ചും കൊല്ലം MLA മുകേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. രോഗികൾക്ക് ആവശ്യമായ ചികിത്സ ലഭ്യമാക്കാൻ കേരളത്തിന് കഴിയുന്നുണ്ടെന്നും എന്നാൽ രാജ്യത്ത് പലയിടങ്ങളിലും കാര്യമായ ചികിത്സ ലഭ്യമാക്കുന്നില്ല എന്ന് CPIM ജില്ലാ സെക്രട്ടറി R നാസർ പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നഴ്സുമാരുടെ കൂട്ടധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ കളക്ടറേറ്റിന് മുൻപിലായിരുന്നു കൂട്ടധർണ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ ആദ്യത്തെ ട്രേഡ് യൂണിയനായ തിരുവിതാംകൂർ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയന്റെ 45ാമത് വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ബിസിനസ് സമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ആദ്യത്തെ ട്രേഡ് യൂണിയനായ തിരുവിതാംകൂർ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയന്റെ 45ാമത് വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ബിസിനസ് സമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റിന് തീർച്ചയായിട്ടും സാമ്പത്തിക പ്രയാസമുണ്ട്. ആ സാമ്പത്തിക പ്രയാസം പ്രധാനമായും ഉണ്ടായത് കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾ മൂലമായിട്ടാണ്. ഇന്ത്യയുടെ ഭാഗമാണ് കേരളം. ആ കേരളത്തിനായി മാറ്റിവെക്കേണ്ട വിഹിതം പലപ്പോഴും കിട്ടാറില്ല, കൊടുക്കാൻ മടിക്കുകയാണ്. ദേശീയ ഓഹരി സമ്പത്ത് പങ്കുവെക്കുമ്പോൾ ഓരോ സ്റ്റേറ്റിനും കിട്ടേണ്ട വിഹിതം കിട്ടുവാൻ വേണ്ടി കേരളത്തിന് എത്രമാത്രം കെഞ്ചിയാലും അവരത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. നമ്മോടവർ വർത്തമാനം പറഞ്ഞ് പിന്നെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നല്ല വാക്കുപോലും പറയാതെ തിരിച്ചയക്കുന്ന അനുഭവങ്ങൾ വേണ്ടുവോളം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വെള്ളപ്പൊക്കം വരുമ്പോൾ കേന്ദ്രം സഹായിക്കും, പക്ഷേ ഏറ്റവും അടുത്ത അവസരത്തിൽ ആ പണം തിരിച്ചെടുത്തുകൊണ്ട് പോകും. അവർ ചിലപ്പോൾ നമുക്ക് റേഷൻ കൊടുക്കാൻ അരി തരും, പക്ഷേ ഏറ്റവും അടുത്ത ബജറ്റിൽ അവർ പറയും ആ പണം വെട്ടിച്ചുരുക്കുമെന്ന്. അങ്ങനെ ആലപ്പുഴ സുഗതൻ സ്മാരക ഹാളിലെ കാനം രാജേന്ദ്രൻ നഗറിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് TJ ആഞ്ചലോസ് അധ്യക്ഷനായി. ചടങ്ങിൽ കാനം രാജേന്ദ്രൻ അനുസ്മരണ പുരസ്കാരം CPI മുതിർന്ന നേതാവ് പന്ന്യൻ രവീന്ദ്രൻ ഏറ്റുവാങ്ങി. AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ പുന്നപ്ര വയലാർ സമരസേനാനികളെ ആദരിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് P ജ്യോതിസ്, KS വാസൻ, PV സത്യനേശൻ തുടങ്ങിയവർ സംസാരിച്ചു. BR പ്രകാശൻ രക്തസാക്ഷി പ്രമേയവും KL ബെന്നി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. അഡ്വക്കേറ്റ് V മോഹൻദാസ്, AM ഷിറാസ്, R സുരേഷ്, ദീപ്തി അജയ്കുമാർ, R അനിൽകുമാർ, PU കലാം, ജോഷി എബ്രഹാം, C വാമദേവ്, C പുരുഷൻ, സനൂപ് കുഞ്ഞുമൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ സംബന്ധിച്ചു. TC സോമിനി ചടങ്ങിന് നന്ദി പറഞ്ഞു. അർബുദ ചികിത്സാ രംഗത്ത് വില കൂടിയ മരുന്നുകൾ ഇടനിലക്കാരില്ലാതെ കമ്പനി വിലക്ക് രോഗികൾക്ക് ലഭ്യമാക്കുന്ന ജില്ലയിലെ ഏക കൗണ്ടറിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായിട്ടാണ് സംസ്ഥാനതല ഉദ്ഘാടനം നടത്തിയത്. വണ്ടാനം ആശുപത്രിയിൽ നടന്ന ചടങ്ങ് അമ്പലപ്പുഴ MLA എച്ച് സലാമും ഉദ്ഘാടനം ചെയ്തു. അർബുദ ചികിത്സാ രംഗത്ത് വില കൂടിയ മരുന്നുകൾ ഇടനിലക്കാരില്ലാതെ കമ്പനി വിലക്ക് രോഗികൾക്ക് ലഭ്യമാക്കുന്ന ജില്ലയിലെ ഏക കൗണ്ടറിന്റെ പ്രവർത്തനത്തിന് ആലപ്പുഴ ജില്ലയിൽ തുടക്കമായി. വണ്ടാനം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി അങ്കണത്തിലെ കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസിയിലാണ് സീറോ കാരുണ്യ സ്പർശം എന്ന പേരിൽ സീറോ പ്രോഫിറ്റ് കൗണ്ടറിന് തുടക്കം കുറിച്ചത്. എച്ച് സലാം MLA ആലപ്പുഴയിലെ കൗണ്ടർ ഉദ്ഘാടനം ചെയ്തു. 2% സേവന ചെലവ് മാത്രം ഈടാക്കി KMSCL-ന് ലഭിക്കുന്ന 5 മുതൽ 7% വരെയുള്ള ലാഭം പൂർണ്ണമായും ഒഴിവാക്കി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി 14 ജില്ലകളിലും നടപ്പിലായി. ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. ഉയർന്ന വിലയുള്ള ക്യാൻസർ മരുന്നുകൾ കുറഞ്ഞ വിലക്ക് ലഭ്യമാക്കും. നിലവിൽ കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്ന എല്ലാ കാരുണ്യ ഫാർമസികളിലുമായി
250ഓളം ബ്രാൻഡഡ് ഓങ്കോളജി മരുന്നുകൾ ലഭ്യമാണ്. ഇവയെല്ലാം തന്നെ ഈ കൗണ്ടറുകളിലൂടെ കുറഞ്ഞ വിലക്ക് ലഭ്യമാകും. ക്യാൻസർ ചികിത്സാ ചെലവ് ചുരുക്കുന്നതിൽ രാജ്യത്തിനാകെ മാതൃകയാകുന്ന ഒരു ചുവടുവെപ്പായി ഇത് മാറുമെന്ന പ്രതീക്ഷ പങ്കുവെക്കട്ടെ. അർബുദ ചികിത്സക്കുള്ള വില കൂടിയ മരുന്നുകൾ ഇടനിലക്കാരില്ലാതെ രോഗികൾക്ക് ലഭ്യമാകുമെന്നതാണ് ഇതിന്റെ സവിശേഷത. 2% സേവന ചെലവ് മാത്രം ഈടാക്കിക്കൊണ്ടും കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലഭിക്കുന്ന ലാഭം പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുമാകും ഈ കൗണ്ടറുകൾ പ്രവർത്തിക്കുക. 26% മുതൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ചു. വിപണി വിലയിൽ നിന്ന് 26 മുതൽ 96% വരെയാണ് അർബുദരോഗ ചികിത്സയ്ക്കാവശ്യമായ മരുന്നുകൾ ഇവിടെ നിന്ന് ലഭ്യമാവുക. ഇതോടെ 1.73 ലക്ഷം രൂപ വില വരുന്ന മരുന്ന് 11,892 രൂപയ്ക്കും 2,511 രൂപ വിലയുള്ള ഇഞ്ചക്ഷൻ മരുന്നിന് 96 രൂപയ്ക്കും ലഭ്യമാകും. മരുന്നിന്റെ ആദ്യ വിൽപ്പനയും അമ്പലപ്പുഴ MLA ഇസ്ലാം നിർവഹിച്ചു. കാരുണ്യാങ്കണത്തിൽ ചേർന്ന സമ്മേളനത്തിൽ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് വെയർഹൌസ് മാനേജർ സാമസ് ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. വെയർഹൌസ് ഫാർമസിസ്റ്റ് മുരളികുമാർ, വണ്ടാനം കാരുണ്യ മാനേജർ PT ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു. ദുരന്തഭൂമിയായി മാറിയ വയനാടിന് കൈത്താങ്ങുമായി കാരുണ്യ സർവീസ് നടത്തി സ്വകാര്യ ട്രാൻസ്പോർട്ട് ഗ്രൂപ്പായ അനിഴം ഹോളിഡേഴ്സ് രംഗത്ത്. കാരുണ്യയാത്രയിലൂടെ സമാഹരിച്ച 1,500,000 രൂപയുടെ DD-യാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അനിഴം ഗ്രൂപ്പ് കൈമാറിയത്. ആലപ്പുഴ കളക്ടറേറ്റ് അങ്കണത്തിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. ഓഗസ്റ്റ് 9-ന് ഹരിപ്പാട്, കായംകുളം, മണ്ണാറശാല, ചെങ്ങന്നൂർ, പന്തളം, പത്തനംതിട്ട എന്നിവിടങ്ങളിലടക്കം അനിഴം ഹോളിഡേഴ്സിന്റെ 12ഓളം സ്വകാര്യ ബസ്സുകൾ നടത്തിയ സർവീസിൽ നിന്നും ലഭിച്ച മുഴുവൻ തുകയുമാണ് ജീവനക്കാരുടെ പൂർണ്ണ സമ്മതത്തോടെ വയനാടിന് കൈത്താങ്ങ് തീർക്കുവാനായി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത്. ആലപ്പുഴ കളക്ടറേറ്റ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർക്ക് വേണ്ടി ADM ആശാസി എബ്രഹാം അനിഴം ഹോളിഡേഴ്സ് MD ഗിരീഷ് മോഹന്റെ കയ്യിൽ നിന്നും DD ഏറ്റുവാങ്ങി. ആലപ്പുഴ RTO AK ദിലു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അനിഴം ഹോളിഡേയ്സിന്റെ 12 വാഹനങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത എല്ലാം ഈ വയനാട്ടിലെ സംഭാവന ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഏതാണ്ട് 1,500,000 രൂപയോളം അവരന്ന് സമാഹരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ സൗകര്യാർത്ഥം ഇന്നേ ദിവസം അവർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പല ആശങ്കകളും പല ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയ കാണുകയുണ്ടായി. ആർക്കും ഒരു ആശങ്കയുടെ ആവശ്യമില്ല. ഇത് കൃത്യമായിട്ട് അക്കൗണ്ടിലേക്ക് പോവുകയും കൃത്യമായി എത്തേണ്ട കരങ്ങളിലും കൈകളിലും എത്തുമെന്നുള്ള കാര്യത്തിലുള്ള ആശങ്കകളൊന്നും ഇനി. ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന കൂടാതെ ആറാട്ടുപുഴ സാന്ത്വന തീരം വയോജന മന്ദിരത്തിലേക്കുള്ള ക്ലിനിക്കൽ ബെഡും മാട്രസും ജില്ലാ സാമൂഹിക നിധി ഓഫീസർ AO അബിന് കൈമാറി. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ K രഞ്ജിത്ത്, S ബിജോയ്, RTO ഓഫീസ് ജീവനക്കാർ, അനിഴം ഹോളിഡേഴ്സ് ജീവനക്കാർ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. വയനാടിന് ഇങ്ങനെ ഒരു കാര്യം വന്നപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തീർച്ചയായിട്ടും ചെയ്യുവാന്നൊരു ആശയമായിട്ട് ഞാനും എൻ്റെ അനിയച്ചാർ ഗോപേഷ് ഞങ്ങൾ രണ്ടുകൂടെ പ്ലാൻ ചെയ്താണ് ആദ്യമായിട്ട് ബസ്സിൻ്റെ ഇതിൽ ഞങ്ങളാണ് ആദ്യം പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ജീവനക്കാരും നമ്മുടെ സ്റ്റാഫുകളും എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചാണ് നമ്മുടെ 12 വണ്ടികളുടെ സർവീസ് നടത്തിയ ഒരു ദിവസത്തെ മൊത്തം തുകയും ഇതിലേക്ക് കൊടുക്കാവുന്നുള്ളത്. ദേശീയ നേത്രദാന പക്ഷാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടിയും നേത്രദാന ക്യാമ്പും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. ദേശീയ നേത്രദാന പക്ഷാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടിയും നേത്രദാന ക്യാമ്പും സംഘടിപ്പിച്ചു. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ബിനു ഐസക് രാജു നിർവഹിച്ചു. തകഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അജയ്കുമാർ ചടങ്ങിൽ അധ്യക്ഷനായി. ഡെപ്യൂട്ടി DMOയും ജില്ലാ അന്ധത നിയന്ത്രണ പരിപാടി നോഡൽ ഓഫീസറുമായ ഡോക്ടർ അനു വർഗീസ്, ദേശീയാരോഗ്യ ദൗത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ കോശി C പണിക്കർ, ജില്ലാ ഒഫ്താൽമിക് സർജൻ ഡോക്ടർ VS സുനിത തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജില്ലാ ഒഫ്താൽമിക് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന നേത്ര പരിശോധനാ ക്യാമ്പിൽ 225 പേർ പങ്കെടുത്തു. പങ്കെടുത്തവർക്കുള്ള തുടർ ചികിത്സയും മറ്റ് സേവനങ്ങളും ആലപ്പുഴ ജനറൽ ആശുപത്രിയിലെ നേത്രരോഗ വിഭാഗത്തിൽ ലഭ്യമാകും. നേത്രദാനം മഹാദാനം എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനം തകഴി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയചന്ദ്രൻ കല്ലങ്കശ്ശേരി നിർവഹിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇരകൾക്കൊപ്പം നിൽക്കേണ്ട സർക്കാർ വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന നടപടിയിൽ പ്രതിഷേധിച്ചും കൊല്ലം MLA മുകേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കലായിരുന്നു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇരകൾക്കൊപ്പം നിൽക്കേണ്ട സർക്കാർ വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന നടപടിയിൽ പ്രതിഷേധിച്ചും
കൊല്ലം MLA മുകേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ട്രേറ്റ് പടിക്കൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ KPCC ജനറൽ സെക്രട്ടറി A.A. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം MLA ചലച്ചിത്ര നടനായ ശ്രീ നമുക്കെല്ലാവർക്കും അറിയാം, ആ കൊല്ലം MLA-യുടെ നടപടി ഉൾപ്പെടെ ശ്രീ സിദ്ദീഖിന്റെ നടപടി ഉൾപ്പെടെ നിരവധി സിനിമാ സംവിധായകരും ചലച്ചിത്ര താരങ്ങളും ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ലൈംഗിക ചേഷ്ട ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിലും ഹേമ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാത്ത ഗവൺമെന്റിന്റെ ആ നടപടികൾക്കെതിരായുമുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായും തുടർ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടുള്ള സമരമാണ് ഇന്ന് ആലപ്പുഴ ജില്ലയടക്കം സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും നടക്കുന്നത്. DCC പ്രസിഡന്റ് B. ബാബു പ്രസാദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറിമാരായ MJ ജോബ്, P. ശ്രീകുമാർ, ജോൺസൺ എബ്രഹാം, B. സഞ്ജീവ് ഭട്ട്, മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാർ, ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങൾ, DCC ഭാരവാഹികൾ തുടങ്ങിയവർ പ്രതിഷേധ കൂട്ടായ്മയിൽ പങ്കെടുത്തു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് കുറ്റവാളികളെ ഉടൻ അറസ്റ്റ് ചെയ്യുക, സാംസ്കാരിക മന്ത്രി രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധ കൂട്ടായ്മയിൽ ഉന്നയിച്ചു. രോഗികൾക്ക് ആവശ്യമായ ചികിത്സ ലഭ്യമാക്കാൻ കേരളത്തിന് കഴിയുന്നുണ്ടെന്നും എന്നാൽ രാജ്യത്ത് പലയിടങ്ങളിലും കാര്യമായ ചികിത്സ ലഭ്യമാകുന്നില്ല എന്ന് CPIM ജില്ലാ സെക്രട്ടറി R. നാസർ പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നഴ്സുമാരുടെ കൂട്ടധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രോഗികൾക്ക് ആവശ്യമായ ചികിത്സ ലഭ്യമാക്കാൻ കേരളത്തിന് കഴിയുന്നുണ്ടെന്നും എന്നാൽ രാജ്യത്ത് പലയിടങ്ങളിലും കാര്യമായ ചികിത്സ ലഭ്യമാകുന്നില്ല എന്നും CPIM ജില്ലാ സെക്രട്ടറി R. നാസർ പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നഴ്സുമാരുടെ കൂട്ടധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രോഗികൾക്ക് ആവശ്യമായ ചികിത്സ നമുക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ അത് നടക്കുന്നില്ല. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾക്ക് ചികിത്സ പോലും ലഭിക്കാത്ത സാഹചര്യമാണ് ഇന്ന് ലഭിക്കുന്നത്. അപ്പൊ അതിൽ വ്യത്യസ്തമായി കേരളം വളരെ മാതൃകാപരമായ കുറെ പ്രവർത്തനം നടത്തുന്നുണ്ട്. നമ്മുടെ മെഡിക്കൽ കോളേജുകളും നമ്മുടെ ജനറൽ ആശുപത്രികളും നമ്മുടെ PHCകളും എല്ലാം തന്നെ കുറെയെല്ലാം കാര്യക്ഷമമായി പോകുന്നുണ്ട്. പക്ഷേ അവിടെ ആവശ്യത്തിന് സ്റ്റാഫിൽ അതിൽ നഴ്സുമാരില്ല. നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകത എന്താണ്? നഴ്സിംഗ് BSc നഴ്സിംഗ് പാസ്സായാൽ ഒരാൾ ഇവിടെ ജോലി ചെയ്യാൻ തയ്യാറാകുന്നില്ല. ഈ കേരളത്തിൽ ജോലി ചെയ്യാൻ തയ്യാറാണോ? നഴ്സിംഗ് പാസ്സായി കഴിഞ്ഞാൽ നഴ്സിംഗ് സാധാരണ വിദ്യാർത്ഥികൾ എന്ന് മാത്രം പേരാ, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ നഴ്സിംഗ് പഠിച്ച. KGNA ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് AD സുമോൾ കൂട്ടധർണയിൽ അധ്യക്ഷത വഹിച്ചു. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി L. ദീപ, NGO യൂണിയൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി C. സിലീഷ്, KSTA ആലപ്പുഴ ജില്ലാ സെക്രട്ടറി PD. ജോഷി, KGOA ആലപ്പുഴ ജില്ലാ സെക്രട്ടറി രമേശ് ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി PS. അനിൽകുമാർ സ്വാഗതവും ജില്ലാ ട്രഷറർ AR. ലീനാമോൾ നന്ദിയും പറഞ്ഞു. രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് നഴ്സുമാരുടെ തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തുക, കേരളത്തിന്റെ ആരോഗ്യ മികവ് നിലനിർത്തുക തുടങ്ങിയ ആവശ്യങ്ങളും കൂട്ടധർണയിൽ ഉന്നയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ ആദ്യത്തെ ട്രേഡ് യൂണിയനായ തിരുവിതാംകൂർ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയന്റെ 45ാമത് വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ബിസിനസ് സമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. അർബുദ ചികിത്സാ രംഗത്ത് വില കൂടിയ മരുന്നുകൾ ഇടനിലക്കാരില്ലാതെ കമ്പനി വിലക്ക് രോഗികൾക്ക് ലഭ്യമാകുന്ന ജില്ലയിലെ ഏക കൗണ്ടറിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായിട്ടാണ് സംസ്ഥാനതല ഉദ്ഘാടനം നടത്തിയത്. വണ്ടാനം ആശുപത്രിയിൽ നടന്ന ചടങ്ങ് H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. ദുരന്തഭൂമിയായി മാറിയ വയനാടിന് കൈത്താങ്ങുമായി കാരുണ്യ സർവീസ് നടത്തി സ്വകാര്യ ട്രാൻസ്പോർട്ട് ഗ്രൂപ്പായ അനിരം ഹോളിഡേഴ്സ് രംഗത്ത്. കാരുണ്യ യാത്രയിലൂടെ സമാഹരിച്ച 1,500,000 രൂപയുടെ DD-യാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അനിരം ഗ്രൂപ്പ് കൈമാറിയത്. ദേശീയ നേത്രദാന പക്ഷാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടിയും നേത്രദാന ക്യാമ്പും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു.
ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇരകൾക്കൊപ്പം നിൽക്കേണ്ട സർക്കാർ വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന നടപടിയിൽ പ്രതിഷേധിച്ചും കൊല്ലം MLA മുകേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. രോഗികൾക്ക് ആവശ്യമായ ചികിത്സ ലഭ്യമാക്കാൻ കേരളത്തിന് കഴിയുന്നുണ്ടെന്നും എന്നാൽ രാജ്യത്ത് പലയിടങ്ങളിലും കാര്യമായ ചികിത്സ ലഭ്യമാക്കുന്നില്ല എന്ന് CPIM ജില്ലാ സെക്രട്ടറി R. നാസർ പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നഴ്സുമാരുടെ കൂട്ടധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ കളക്ടറേറ്റിന് മുൻപിലായിരുന്നു കൂട്ടധർണ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.